വാർത്താവലോകനത്തിലേക്ക് സ്വാഗതം. സൗദി അറേബ്യ അതിൻ്റെ ഏറ്റവും പുതിയ ജിഗ പ്രോജക്റ്റായ ദി മസാഅലൈൻ എന്ന ഒരു വലിയ നഗര ആശയത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. നഗരജീവിതത്തിലെ അടുത്ത പരിണാമഘട്ടമായി ക്രൗൺ പ്രിൻസ് ഇതിനെ പ്രശംസിച്ചു. $50 ബില്യൺ വിലമതിക്കുന്ന നിർമ്മാണ കരാറുകൾ പ്രാദേശിക അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ ഒരു കൺസോർഷ്യത്തിന് നൽകി. 2026 COP31 ആതിഥേയത്വം വഹിക്കുന്നതിൻ്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി അബുദാബിയിൽ പ്രധാന മന്ത്രിതല യോഗം വിളിച്ചു ചേർത്തു. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ കാലാവസ്ഥാ ധനസഹായത്തിനായുള്ള പ്രവർത്തനക്ഷമമായ ചട്ടക്കൂടുകളെക്കുറിച്ച് ചർച്ച ചെയ്തു. ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് UAE $2 ബില്യൺ പുതിയ ക്ലീൻ എനർജി ഫണ്ട് പ്രഖ്യാപിച്ചു. ഖത്തർ പുതിയ ലോകകപ്പ് ലെഗസി ഇനിഷ്യേറ്റീവ് അന്തിമമാക്കുന്നു. ഖത്തർ ലെഗസി 2026 പരിപാടി ആരംഭിച്ചു. നിരവധി ഐക്കണിക് ഫിഫ 2022 സ്റ്റേഡിയങ്ങളെ മൾട്ടി ഉപയോഗ കമ്മ്യൂണിറ്റി ഹബ്ബുകളായും ഗവേഷണ കേന്ദ്രങ്ങളായും ഔദ്യോഗികമായി പരിവർത്തനം ചെയ്തു. ഒരു സ്റ്റേഡിയത്തിൽ ഇപ്പോൾ പ്രമുഖ യൂറോപ്യൻ സ്ഥാപനവുമായി സഹകരിച്ച് മേഖലയിലെ ആദ്യത്തെ സ്പോർട്സ് ടെക്നോളജി ഇൻക്യുബേറ്റർ സ്ഥാപിക്കും. GCC ഏകീകൃത ടൂറിസ്റ്റ് വിസ ലൈവ് ആകുന്നു. പ്രാദേശിക സംയോജനത്തിനായുള്ള ചരിത്രപരമായ നീക്കത്തിൽ ദീർഘകാലമായി കാത്തിരുന്ന GCC ഏകീകൃത ടൂറിസ്റ്റ് വിസയായ ദി ഗൾഫ് റോഡ് ഔദ്യോഗികമായി ലൈവായി. 6 അംഗരാജ്യങ്ങളിലേക്കും പര്യവേക്ഷണം ചെയ്യാൻ ഇപ്പോൾ യാത്രക്കാർക്ക് ഒറ്റ വിസയ്ക്ക് അപേക്ഷിക്കാം. ഒമാൻ പ്രധാന ഗ്രീൻ ഹൈഡ്രജൻ ഡീൽ പ്രഖ്യാപിച്ചു. ഒമാനിലെ ഹൈഡ്രജൻ ഒമാൻ അഥവാ ഹൈഡ്രോം ഇതുവരെയുള്ള ഏറ്റവും വലിയ നിക്ഷേപ കരാറിൽ ഒപ്പുവെച്ചു. 2028 അവസാനത്തോടെ ആദ്യ കയറ്റുമതി ചെയ്യാൻ ലക്ഷ്യമിട്ട് അൽ വുസ്ത ഗവർണറേറ്റിൽ വലിയ ഗ്രീൻ ഹൈഡ്രജൻ സൗകര്യം വികസിപ്പിക്കുന്നതിന് യൂറോപ്യൻ ഏഷ്യൻ കൺസോർഷ്യം $18 ബില്യൺ നിക്ഷേപിക്കും. കുവൈറ്റ് പുതിയ സാമ്പത്തിക വൈവിധ്യവൽക്കരണ പദ്ധതിക്ക് അംഗീകാരം നൽകി. ന്യൂ കുവൈറ്റ് 2035 സാമ്പത്തിക വൈവിധ്യവൽക്കരണ പദ്ധതിക്ക് കുവൈറ്റ് ദേശീയ അസംബ്ലി അന്തിമ അംഗീകാരം നൽകി. ചില മേഖലകളെ സ്വകാര്യവൽക്കരിക്കുക, ലോജിസ്റ്റിക്കുകളിലും സാങ്കേതിക വിദ്യയിലും വിദേശ നേരിട്ടുള്ള നിക്ഷേപം ആകർഷിക്കുക, എണ്ണ വരുമാനത്തിലുള്ള രാജ്യത്തിൻ്റെ ചരിത്രപരമായ ആശ്രയത്വം കുറയ്ക്കുക എന്നിവയിൽ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ബഹ്റൈൻ സെൻട്രൽ ബാങ്കുമായി സഹകരിച്ച് ഒരു സമർപ്പിത റെഗുലേറ്ററി സാൻഡ്ബോക്സ് വിഭാഗം ചേർത്തുകൊണ്ട് ബഹ്റൈൻ അതിൻ്റെ മുൻനിര ഫിൻടെക് ബേ ഹബ് വികസിപ്പിച്ചു. 2026 50-ലധികം പുതിയ സ്റ്റാർട്ടപ്പുകളെ ആകർഷിക്കുക എന്നതാണ് ഈ വിപുലീകരണത്തിൻ്റെ ലക്ഷ്യം. ഇതൊരു പ്രമുഖ ഡിജിറ്റൽ ഫിനാൻസ് പരീക്ഷണ കേന്ദ്രമെന്ന നിലയിൽ രാജ്യത്തിൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നു. UAE സൗദി കറൻസി ബ്രിഡ്ജ് പൈലറ്റിലേക്ക്. UAEയുടെയും സൗദി അറേബ്യയുടെയും സെൻട്രൽ ബാങ്കുകൾ സംയുക്ത ഡിജിറ്റൽ കറൻസി പദ്ധതിയായ പ്രോജക്റ്റ് ആബ്രൻ്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതായി പ്രഖ്യാപിച്ചു. ഇരു രാജ്യങ്ങളിലെയും വാണിജ്യ ബാങ്കുകൾ തമ്മിലുള്ള അതിർത്തി കടന്നുള്ള ഇടപാടുകൾ ഉൾപ്പെടുത്തുന്നതിനായി പൈലറ്റ് ഇപ്പോൾ വികസിപ്പിക്കും. റിയാദിൽ ഉന്നതതല GCC സുരക്ഷാ കൗൺസിൽ യോഗം സമാപിച്ചു. നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് അതിർത്തി കടന്നുള്ള സൈബർ ഭീഷണികളെ ചെറുക്കുന്നതിന് സംയുക്ത ടാസ്ക് ഫോഴ്സ് സ്ഥാപിക്കാൻ സമ്മതിച്ചുകൊണ്ട് പ്രാദേശിക സമുദ്ര സുരക്ഷയിലും സൈബർ പ്രതിരോധത്തിലും നേതാക്കൾ ഏകീകൃത നിലപാട് വീണ്ടും ഉറപ്പിച്ചു. സുൽത്താൻ അൽ നയാദി ചൊവ്വ ദൗത്യത്തെക്കുറിച്ച് മുഹമ്മദ് ബിൻ റാഷിദ് ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നുള്ളതാണ് അടുത്ത പ്രധാന വാർത്ത. ബഹിരാകാശ പേടകം അതിൻ്റെ 2ാമത്തെ ആഴത്തിലുള്ള ബഹിരാകാശ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. 2026 4-ാം പാദത്തിൽ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള പാതയിലാണ് ഇപ്പോൾ. ആഴ്ചകളിലെ GCC വാർത്താവലോകനം തുടരും. തുടർച്ചയായ അപ്ഡേറ്റുകൾക്കായി സ്റ്റേ ട്യൂൺഡ്. സൈനിങ് ഓഫ് സുനിൽ CS.